ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാഞ്ചന കണ്ണാടിയിൽ നോക്കി പൈത്യം പെരുത്ത് ഞാൻ എന്നെ തന്നെ കൊല്ലുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗീതു അപ്പുറം മാറി നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിരിക്കുന്നത്. അതും ഒരു രക്തരക്ഷസിനെ പോലെ, അത് നമ്മുടെ നാഗവല്ലിയെ പോലെ. അങ്ങനെ ഗീതു നിന്ന് ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നമ്മുടെ കാഞ്ചനയ്ക്ക് ആകെ ടെൻഷൻ കയറി. പിന്നെ രേഖ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും എതിരാണെന്ന് തോന്നും, അനാവശ്യ കാര്യങ്ങൾ സങ്കല്പിച്ചു കൂട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് രാധിക കുളിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള 10 മിനിറ്റാണ് രാധിക അമ്മയുടെ ഫോൺ വിളി ഗീതു കേട്ടത്. പിന്നെ അങ്ങനെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കി ഇവിടെ വന്ന് രാധികാമ്മയുടെ മുന്നിൽ തോറ്റു കൊടുക്കേണ്ടി വന്നതുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും രേഖേച്ചി, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമായിരുന്നു എന്ന് ഗീതു പറഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ ആ ഭ്രാന്ത് ആവർത്തിക്കില്ല എന്നും നമ്മുടെ ഗീതു പറയുന്നതൊക്കെ രാധിക കേൾക്കുമല്ലോ. രാധിക എന്നിട്ട് ഭയങ്കര ധൈര്യത്തോടു കൂടി അങ്ങനെ നടന്നങ്ങ് ചെന്നിട്ട് നീ അത് ആവർത്തിക്കില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചാലും അത് നടക്കില്ല. കാരണം നീ ഇപ്പോൾ മനോരോഗത്തിന് അടിമയാണെന്നും പറഞ്ഞുകൊണ്ട് രാധിക ഗീതുവിനോട് പറയണം. ഇതൊക്കെ കേട്ട് രേഖയും ഗീതു ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ കാഞ്ചനയും ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുവാണേ. നീയൊരു ഭ്രാന്തിയായി മാറിക്കഴിഞ്ഞു ഗീതു, അത് നിനക്ക് മാത്രമേ ഇനി മനസ്സിലാകാനുള്ളൂ എന്നും രാധിക പറഞ്ഞപ്പോൾ അതെ, ഭ്രാന്തന്മാർക്ക് മറ്റുള്ളവർക്ക് ആ ഭ്രാന്തെന്നേ തോന്നുള്ളൂ എന്ന് നമ്മുടെ കാഞ്ചന. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനോനില എന്തായാലും നോർമലാണ്, നിങ്ങളായിട്ട് എന്നെ ഭ്രാന്തിയാക്കാതിരുന്നാൽ മതിയെന്ന് ഗീതു പറഞ്ഞപ്പോൾ നിൻ്റെ ഈ രോഗലക്ഷണത്തിൻ്റെ കാരണം അതെന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അത് എന്നോടുള്ള അസൂയാണ്. ഗോവിന്ദൻ്റെ ഭാര്യയായ നിനക്കില്ലാത്ത അവകാശങ്ങളും സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും എനിക്കുള്ളതിൻ്റെ ആ ഒരു അസൂയല്ലേ എന്ന് ചോദിച്ചപ്പം അസൂയോ എനിക്കോ നിങ്ങളോടോ എന്ത് പറ്റി എന്ന് ചോദിച്ചു. അതെ, ഞാനേ ഒറ്റക്കാലിൽ നിന്ന് ജീവിതം തുടങ്ങിയവളാ, ഇപ്പോഴും മറ്റൊരാളുടെ ആശ്രയമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഗീതു പറഞ്ഞു. എങ്കിൽ നീ ഡിവോഴ്സിന് സമ്മതം അറിയിച്ച് ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ രാധിക പറഞ്ഞു. അത് കേട്ടപ്പം ഡിവോഴ്സൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. രാധികാമ്മയുടെ വെല്ലുവിളിയിൽ തീരുമാനമെടുത്ത് വില കളയാൻ ഞാൻ എന്തായാലും തയ്യാറല്ലെന്നും ഗീതു അങ്ങ് പറഞ്ഞു. പക്ഷേ മറ്റൊരു കാര്യത്തിന് എനിക്ക് ഞാൻ രാധികാമ്മയെ വെല്ലുവിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാധിക ഇങ്ങനെ നോക്കുവാണേ, അതെന്തായിരിക്കും എന്ന് ഓർത്തത്. കോടീശ്വരനായ വളർത്തുമകൻ്റെ തണലില്ലാതെ രാധികാമ്മയ്ക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് ഗീതു ചോദിച്ചു. രാധികയൊന്ന് ഞെട്ടി. അപ്പോൾ രേഖയ്ക്കൊന്ന് ചിരിയും വന്നു കേട്ടോ. രാധിക ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുന്നത് നോക്കി കാഞ്ചനയും മന്ദം വിട്ടിങ്ങനെ നിൽക്കുക. അതെ, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ശാപമോക്ഷം കിട്ടുന്നത് പോലെയാണ്. പിന്നെ രാധികാമ്മയുടെ കാര്യമോ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്, അതിലേതെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും. പക്ഷേ രാധികാമ്മ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അതിനൊന്നും മറുപടിയില്ല. എങ്ങോട്ട് പോകും എന്നും ചോദിച്ചു. ഒന്നും പറയാനില്ല. അപ്പോഴേക്കും ഗീതു ഒന്ന് ചിരിച്ചു. അമ്മ മാത്രമല്ല, പിന്നെ രാധികാമ്മ പ്രസവിച്ച മകനില്ലേ വരുൺ എവിടെ പോകും? നിങ്ങൾ രണ്ടുപേരും ഒരു സുപ്രഭാതത്തിൽ അറക്കൽ കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഈ രാജകീയ പ്രൗഢിയൊക്കെ നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് മാന്യം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കാനും പറഞ്ഞു ഗീതു ഈ രാധികയോട്. ജീവിക്കാൻ നിങ്ങളും നിങ്ങളുടെ ബയോളജിക്കൽ സണ്ണും കുറച്ച് കഷ്ടപ്പെടും, പിന്നെ വല്ല തൊഴിലുറപ്പ് പണിക്കും എല്ലാം പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഗീതു ശരിക്കും ഇവരെ മൂപ്പിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ, പിന്നെ നൈറ്റി ആക്കിയിട്ട് രാധികാമ്മ ആ ഒരു തൊഴിലുറപ്പിന് പോകുന്ന രംഗം ഒന്ന് ഓർത്ത് നോക്കിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഗീതു പറയുമ്പോൾ പട്ടു സാരിക്ക് പകരം നൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന രാധിക ഈ തൊഴിലുറപ്പ് ജോലി എടുക്കുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുക. അങ്ങനെ കിളച്ച് അടുത്ത രാധിക ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഗീതുവിനും അതുപോലെ തന്നെ ഒക്കെ ചിരി വരുന്നു. അപ്പോഴേക്കും രാധിക ദേഷ്യപ്പെടല്ലേ രാധികാമ്മേ, ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കാൻ പാടില്ലാഴികയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് അസൂയപ്പെടേണ്ടത് ഞാനല്ല, മറിച്ച് ഏത് ജോലിക്കും തയ്യാറുള്ള, ഒന്നിനെക്കുറിച്ചും ആശങ്കയില്ലാത്ത, സ്വത്തുക്കൾ സ്വന്തമാക്കാൻ അത്യാഗ്രഹമില്ലാത്ത എന്നെപ്പോലൊരു ഫ്രീ ബേഡിനെ കുറിച്ച് ഓർത്തേ നിങ്ങളാ അസൂയപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഗീതു അങ്ങ് തറപ്പിച്ചങ്ങ് പറഞ്ഞില്ലേ. പിന്നെ ഇനി ഭ്രാന്തിൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് ഭ്രാന്തുണ്ടോ എന്നേ എൻ്റെ ഭർത്താവാ പറയേണ്ടത്, നിങ്ങളല്ല. കേട്ടല്ലോ എന്നൊക്കെ ഗീതു പുള്ളിക്കാരി അങ്ങ് വെല്ലുവിളിച്ചങ്ങ് കയറിപ്പോയി. ഗീതുവിൻ്റെ ആ ഒരു ധൈര്യമൊക്കെ കണ്ട രേഖ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. തലയെടുപ്പോട് കൂടി ഗീതു കയറിപ്പോയെന്ന് നോക്കി. ഗീതു പാപ്പയ്ക്കാണോ മാമയ്ക്കാണോ ഒറിജിനൽ വട്ട് എന്ന് കാഞ്ചന അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. രാധിക നേരത്തിനും പൊല്ലക്കൂർമ്മി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഗീതു പറഞ്ഞത് ഓരോന്നും അവരുടെ മനസ്സിൽ തുളഞ്ഞു കയറിയ വാക്കുകളാണ് എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ കാണിക്കും. നമ്മോട് ഭ്രാന്തി ആദ്യം ഈ പറയുന്ന നമ്മുടെ രാധികയായി.
അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയ്യപ്പേട്ടനും ഗോവിന്ദും കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ അയ്യപ്പേട്ടൻ ചോദിക്കുകയാണ്, ഗീതുവിന് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് കുഞ്ഞിന് തോന്നുന്നുണ്ടോ എന്ന്. അപ്പോൾ ഗോവിന്ദനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും ഗീതുവും തമ്മിലുള്ള ഫൈറ്റിൽ പിന്നെ അതുപോലെ തന്നെ എനിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാം. പക്ഷേ അമ്മയും ഗീതുവും തമ്മിലുള്ള ഫൈറ്റിൽ എനിക്ക് ഗീതുവിനെ കണ്ടില്ലെന്ന് നടിക്കാനേ പറ്റൂ എന്ന് ഗോവിന്ദ് പറയാം. അവിടെ ന്യായം ഗീതുവിൻ്റെ ഭാഗത്താണെങ്കിലും എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഗോവിന്ദ് പറയുന്നു. ആ ഒരു ധൈര്യത്തിലാണ് രാധികാമ്മ ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നോക്കുന്നത് എന്ന് അയ്യപ്പേട്ടൻ പറഞ്ഞു. ഗീതുവിന് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടു നിൽക്കില്ല അയ്യപ്പേട്ട എന്ന് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു. അപ്പോൾ എത്ര ദേഷ്യം കാണിച്ചാലും ഉള്ളിൽ അവളോടുള്ള സ്നേഹം എനിക്ക് അറിയില്ലേ എന്ന് അയ്യപ്പേട്ടൻ ചോദിക്കുക. അപ്പോൾ ഗോവിന്ദൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വാടി. അതിൻ്റെ 10 ഇരട്ടിയായിട്ട് ഗീതുമോള് തിരിച്ചും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ അയ്യപ്പേട്ടൻ ഗോവിന്ദനോട് പറയുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുക കേട്ടോ. അപ്പം കുഞ്ഞിൻ്റെ ജീവൻ ആപത്തിലാണെന്നാണ് അവൾ ആവർത്തിച്ച് പറയുന്നത്. സ്നേഹിക്കുന്നവനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് അവൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്നും അയ്യപ്പേട്ടൻ പറഞ്ഞു. അവൾ പറയുന്നതിൽ വാസ്തവം ഇല്ല എന്ന് കുഞ്ഞ് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ചില സംശയങ്ങൾ വെച്ച് നമുക്ക് ആരുടെയെങ്കിലും നേരെ വിരൽ ചൂണ്ടാൻ പറ്റുമോ എന്ന് ഗോവിന്ദൻ ചോദിച്ചു. ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ ഗീതു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദനോട് പറയും അയ്യപ്പേട്ടൻ. അറക്കൽ വീട് 1/2 കിലോ ആണ് എന്നുള്ളത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ ഞാൻ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. അവൾ പോയി കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കുഞ്ഞിനെ സംരക്ഷിച്ചോളണം എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അത് പറഞ്ഞേൽപ്പിച്ചിട്ട് അവൾ ഇവിടെ നിന്ന് പോയതെന്നും അയ്യപ്പേട്ടൻ പറയുക. അപ്പം അതൊക്കെ കേട്ട് ഗോവിന്ദ് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. എന്തെങ്കിലും സൂചന കിട്ടാതെ വെറുതെ അവൾ അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞപ്പം രാധികാമ്മ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് അയ്യപ്പേട്ടൻ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഹേയ് രാധികാമ്മ ഒരിക്കലും അത് ചെയ്യില്ല എന്നും അയ്യപ്പേട്ടൻ ആ നാവുകൊണ്ട് തന്നെ പറഞ്ഞു. പക്ഷെ ഗീതു വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ സ്വത്തുക്കളെല്ലാം സ്വന്തം മക്കൾക്ക് കിട്ടാൻ എൻ്റെ മരണം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് അമ്മ എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അവൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം സ്വന്തം മക്കളെക്കാളേറെ രാധികാമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാമെന്ന് ഗോവിന്ദനോട് പറയും അയ്യപ്പേട്ടൻ. സ്വന്തം ജീവിതം പോലും നോക്കാതെ വഴിയാധാരമായി പോയ ഒരു കുടുംബത്തെ കൈ പിടിച്ച് ഇവിടം വരെ എത്തിച്ചത് കുഞ്ഞാണെന്ന് രാധികാമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. സ്വന്തം മാനം കാത്ത മകനെന്ന ബഹുമാനത്തോടെയും സ്നേഹത്തോടെ അല്ലാതെ രാധികാമ്മ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ അയ്യപ്പേട്ട എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ പറയണു. ഗീതുവിന് അക്കാലമൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അവർ തമ്മിൽ ശത്രുക്കളായിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. രാധികാമ്മ ഗോവിന്ദൻ കുഞ്ഞിന് ദോഷമായി വരുന്നതൊന്നും ചെയ്യില്ല എന്ന് ഞാൻ ഗീതുമോളോട് പറയാമെന്നും പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതും കേട്ടുകൊണ്ട് ഗീതു യാദർശികമായിട്ട് അതുവഴി വന്നു. അപ്പം ഗീതു ഇവരുടെ സംസാരം മറിഞ്ഞു നിന്ന് കേൾക്കും എന്താ പറയുന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഗീതു കേൾക്കെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അവൾ വിശ്വസിക്കില്ലെന്നും നമ്മളായിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും വേണ്ടാന്നും ഗോവിന്ദൻ പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് സ്വന്തം നിഴലിനോട് യുദ്ധം ചെയ്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് അവളെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് ഗോവിന്ദൻ പറയാം. അത് കേട്ടപ്പോൾ ഗീതു ഇങ്ങനെ ഞെട്ടി. അതിന് എൻ്റെ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ, ഡിവോഴ്സ് ആണെന്നും ഗോവിന്ദൻ പറയുന്നു. അവളുടെ ലക്ഷ്യങ്ങളിലേക്ക് അവൾ പറഞ്ഞെത്തണമെന്നും പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ പറയാം. അപ്പോൾ ഇതൊക്കെ ഗീതു കേട്ടു കേട്ടോ. അപ്പോൾ ഗോവിന്ദ് സാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നുള്ളത് ഗീതുവിന് മനസ്സിലായി. അപ്പോൾ എൻ്റെ മുന്നിൽ അവളുടെ ഭാവി മാത്രമേ ഉള്ളൂ എന്നും അവൾ രക്ഷപ്പെടുന്നത് എനിക്ക് കാണണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഗോവിന്ദനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഗീതു അറിയുന്നു. അവളുടെ ഈ ഒരു തീരുമാനം അത് അവൾക്ക് ഒരിക്കലും വിനയായി വരരുത്. ഈ നിഴലിനോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് അവളുടെ ലക്ഷ്യങ്ങൾ കീഴടക്കി പോകണം. അതിന് ഞാൻ തീരുമാനിച്ച വഴികളാണ് ഇതെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുന്നു. പിന്നെ അവളുടെ ഭാവി സുരക്ഷിതമാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഡിവോഴ്സിന് വേണ്ടി മുൻകൈ എടുത്തതെന്നും അവളെ വെറുക്കാനോ സ്നേഹിക്കാതിരിക്കാനോ എനിക്ക് കഴിയില്ലെന്നും ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞു. അവൾ പോയി രക്ഷപ്പെട്ടിട്ട് അയ്യപ്പേട്ട എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ഗീതുവിൻ്റെ കണ്ണൊക്കെ അറിയാതെ നിറഞ്ഞു പോണു. കാരണം ഗീതുവിന് അത്രത്തോളം ഇഷ്ടമാണ് ഗോവിന്ദനെ. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ഗീതു ഇങ്ങനെ എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുവാണ്. അപ്പോൾ കുഞ്ഞിനെ ഈ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസാക്ഷി ഇല്ലാത്തവനെന്നും പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തൻ്റെ നല്ലവളായ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ബഹുമാനമാണ് കുഞ്ഞെ തോന്നുന്നത്. പറഞ്ഞു പോയതിനെല്ലാം എന്നോട് ക്ഷമിക്കണം മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ. അപ്പോൾ മോൻ്റെ ഭാര്യയാകാൻ ഗീതു കുഞ്ഞിന് കഴിഞ്ഞത് മഹാസൗഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. ഒരു പെണ്ണിനെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹാഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാം. അപ്പോൾ എൻ്റെ ഭാര്യയായി ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല, ഈ ബന്ധം ഇവിടെ അവസാനിക്കട്ടെ എന്ന് ഗോവിന്ദൻ അയ്യപ്പേട്ടനോട് പറയുന്നു. ഇതും ഗീതു കേൾക്കുവാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള സംസാരത്തിലൂടെ ഗീതു ഗോവിന്ദൻ്റെ പ്രണയം തിരിച്ചറിയുന്നു.
ഞാൻ അവളെ വെറുത്താൽ മാത്രമേ അവൾ അവളുടേതായ വഴി തിരഞ്ഞെടുക്കൂ എന്നും ഗോവിന്ദൻ ഇങ്ങനെ അയ്യപ്പേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബന്ധം പിരിയാൻ അവൾ തയ്യാറാകുമോ കുഞ്ഞെന്ന് അയ്യപ്പേട്ടൻ ചോദിച്ചു. അവൾ തയ്യാറായില്ലെങ്കിലോ? അതിനുവേണ്ടി കോടതിയിൽ അവൾക്കെതിരെ ഇല്ലാത്ത ദോഷ്യങ്ങൾ വലിച്ച് ഇഴച്ച് കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഗീതുമോൾക്ക് നഷ്ടപ്പെട്ടു പോയാലോ എന്ന് ഗോവിന്ദനോട് അയ്യപ്പേട്ടൻ ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ട് ഗീതു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഗോവിന്ദൻ എന്താണ് അതിന് മറുപടി പറയുന്നതെന്ന് കേൾക്കാൻ. കോടതിയിൽ അവളെ അപമാനിക്കുന്ന ഒരു വാക്കുപോലും ഞാൻ പറയില്ല അയ്യപ്പേട്ട എന്ന് ഗോവിന്ദൻ അന്നേരം പറയണം. അതിനെനിക്ക് കഴിയില്ലെന്നും പിന്നെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു രഹസ്യമൊഴി അത് അയ്യപ്പേട്ടനോട് പറയാം എന്ന് പറയുവാണ് നമ്മുടെ ഗോവിന്ദൻ. അപ്പോൾ അതും ഗീതു കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക എന്താണെന്നുള്ളത്. രഘുരാമംഗളുമായുള്ള ബിസിനസ് ടേക്ക് ഓവറിൽ ഗീതു കൂട്ടുനിന്നത് കിഷോറിനെ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് എനിക്കറിയാമെന്നും നമ്മുടെ ഗോവിന്ദൻ പറയുന്നു. അപ്പോൾ ഗീതു അതും കേട്ടു. ഗീതു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക, ബാക്കി പോരട്ടെ എന്നുള്ള ഇതില്ല. ഗീതുവിൻ്റെ മനസ്സ് എനിക്കറിയാം, ഒരിക്കലും എന്നെ ചതിക്കാൻ അവൾക്കാകില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നും ഗോവിന്ദൻ പറയണം. അത് ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ കേട്ട് നിൽക്കുക. ഞാൻ ആ സ്ഥാപനം വിലക്കെടുത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഗീതുവിന് വേണ്ടി തന്നെയാണെന്നും ഗോവിന്ദൻ പറയാം. അപ്പോൾ ഇങ്ങനെ നോക്കുക കേട്ടോ ഗീതുവിന് ഒരു നിമിഷത്തേക്ക് എന്താ പറയുക, ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകാനാണ് കഴിഞ്ഞത്. കിഷോറിനു മുന്നിൽ അവൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കമ്പനി വിലക്കെടുത്തത് എന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിൻ്റെ കേൾക്ക പറയുന്നു. അതുപോലെ തന്നെ ഗീതു ചിന്തിക്കുന്നത് അവനെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കാൻ. അപ്പോൾ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ്. അവളത് ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇനിയുള്ള ഓരോ നിമിഷവും അവനെ ജയിലിൽ നിന്ന് രക്ഷിച്ചത് AGM ഗ്രൂപ്പാണെന്നും അതിന് മുൻകൈ എടുത്തത് ഗീതുവാണെന്നുള്ള കുറ്റബോധത്തിൽ അവൻ ജീവിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയ്യപ്പനോട് തൻ്റെ മനസ്സിലെ രഹസ്യങ്ങളൊക്കെ ഗോവിന്ദൻ പറഞ്ഞു. ചതിച്ചവനെ കാൽ കീഴിലാട്ടി ചവിട്ടി അരച്ചില്ലായ്മ ചെയ്യാൻ ചിലപ്പോൾ വിലയില്ലാത്തൊരു നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു പേപ്പർ കഷ്ണം പോലെ അവനെ വെറും ഒരു ഇതാക്കി കളഞ്ഞില്ലേ അവള്. അതാണ് വേണ്ടത്, അതാണ് പെണ്ണിൻ്റെ പകയെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യപ്പേട്ടൻ ഗോവിന്ദൻ്റെ നേരെ കൈ കൂപ്പി തൊഴുതിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഗീതു ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സുരുകിയ റൂമിലേക്ക് പോയി അവിടെ പോയി മുറിയിൽ വന്ന് നെഞ്ചുപൊട്ടി കരയാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗീതുവിൻ്റെ ഫോണിലേക്ക് ഇതേ അവർണികയുടെ കോള് വരുന്നു, കിച്ചുവിനെ രക്ഷിച്ചതിൻ്റെ നന്ദിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കിച്ചുവിനെ വിട്ട് കിട്ടിയ കാര്യമൊക്കെ പറയാം. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർണികയോട് പറഞ്ഞപ്പോൾ അതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എന്നോട് നന്ദി പറയേണ്ടത് അവർണികയല്ലല്ലോ, ജീവിതം തിരിച്ചു കിട്ടിയ തന്നെ കിച്ചു അല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം അയ്യോ സോറി ഗീതാഞ്ജലി, ഞാൻ കിച്ചുവിനെ കൊണ്ട് വിളിപ്പിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ അവർണിക. അത് കേട്ടപ്പം ഇതൊന്നും ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ലല്ലോ അവർണിക, അതെങ്ങനെയാ ഏറെ തിരക്കുള്ള AGM ഗ്രൂപ്പ് ചെയർമാനെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ അദ്ദേഹത്തെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഒടുവിൽ മുങ്ങിയ കക്ഷിയല്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഗീതാഞ്ജലി, അത് കിച്ചുവിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുമ്പം ഹസ്ബൻഡിനെ ന്യായീകരിക്കേണ്ട അവർണിക, അയാൾ മനഃപൂർവ്വം വരാതിരുന്നതാണെന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് ഗീതു അന്നേരം പറഞ്ഞു. പിന്നെ എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ ഗോവിന്ദേട്ടൻ കിച്ചുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചത് അതൊക്കെ ഓർമ്മയുണ്ടായാൽ മതിയെന്നും. എന്താ അത് ശരിയല്ലേ, ഗോവിന്ദേട്ടൻ തന്ന പൈസ കൊണ്ടാണ് അയാൾ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അവർണിക പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അതോടൊപ്പം ഇനി മുതൽ AGM ഗ്രൂപ്പിൻ്റെ കീഴിലാണ് ജോലി ചെയ്യേണ്ടതെന്നും അറിയിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു അവർണിക. എന്നും പറഞ്ഞൊരു ചിരിയും ചിരിച്ച് എന്നിട്ട് തൻ്റെ കിച്ചു എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ കിച്ചുവിന് കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർണിക ഇവനെ മാക്സിമം ഇതാക്കിക്കൊണ്ട് സംസാരിക്കുക. അപ്പം നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പം ഞങ്ങളുടെ കമ്പനി AGMൻ്റെ കീഴിലായി കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് കിച്ചുവും ഞാനും അവിടെ എത്തുമെന്നും എന്നു മുതലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞു നമ്മുടെ അവർണിക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ആ ഒരു പവർ എടുത്ത് തന്നെ കേട്ടോ സംസാരിക്കുന്നേ. നിങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് ഗീതു പറഞ്ഞു. വർക്കിൻ്റെ കാര്യം അത് ഗോവിന്ദേട്ടനും തൻ്റെ ഡാഡിയും കൂടി ചേർന്ന് തീരുമാനിക്കട്ടെ, എങ്കിൽ ഡാഡി ഗോവിന്ദ് സാറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തോളൂ എന്ന് അവർണിക പറയുക. അപ്പം ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു, ഓക്കേയും പറഞ്ഞു, ഫോണും കട്ട് ചെയ്തു. ഗീതു വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. നിന്നെ ഇനി ചവിട്ടി കൂട്ടാൻ ഇരിക്കുന്നതേ ഉള്ളടാ എന്നും പറഞ്ഞ് നിന്നെ ചണ്ടിയായി വലിച്ചെറിയാനേ കൊള്ളൂ, നീ അനുഭവിച്ചറിയടാ ഗീതു ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം അവിടെ നിന്ന് ഇങ്ങനെ ഗീതു പറയുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇങ്ങനെ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ഗീതു ഇങ്ങനെ പുക നിറഞ്ഞ കണ്ണുകളുമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു.
അത് കഴിഞ്ഞ് പിന്നെയും കിച്ചുവിലേക്ക് കാര്യങ്ങൾ വന്നു. കിച്ചു ഇങ്ങനെ നിൽക്കുന്നു. കിച്ചുവിൻ്റെ അമ്മയും അനിയത്തിയും വന്നു. നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. അപ്പം ഇതിനേക്കാളും വലിയ അപമാനം സഹിക്കാനില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കഷ്ടപ്പാടാ മോനെ, എന്ത് ചെയ്യും എന്നൊക്കെ അമ്മയും പെങ്ങളും കൂടെ വന്ന് ഇങ്ങനെ പരാതി പറയുക. ഞങ്ങൾക്കും മടുത്തു, ഇതിലും എത്രയോ ഭേദം നാട്ടിൽ പോയി ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. നാട്ടിലേക്ക് പോരില്ല എന്ന് നീ വെറുതെ വാശി പിടിച്ചൊന്നും നിൽക്കല്ലേടാ. അവർണികയും അവളുടെ അച്ഛനും പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ ശരിയാവില്ല, നമുക്ക് നാട്ടിലേക്ക് തന്നെ പോകാം മോനെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കാനും ഞാൻ അവിടെ പോയി ഗോവിന്ദ് സാറിൻ്റെയും ഗീതുവിൻ്റെയും കീഴിൽ എങ്ങനെ ജോലി ചെയ്യുമെന്നുള്ള കാര്യങ്ങളും ചോദിക്കുകയാണ് കിച്ചു. ഓരോ നിമിഷവും അപമാനിക്കപ്പെട്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, ഞാൻ എങ്ങനെ അവിടെ പോയി ജോലി ചെയ്യാൻ എനിക്ക് ഓർക്കാൻ കൂടി വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഈ കാര്യങ്ങളെല്ലാം പ്രശ്നത്തിൽ കൊണ്ടുവന്നത് ഏട്ടൻ തന്നെയാണ്. അവർണിക ചേച്ചിയെ കല്യാണം കഴിച്ചത് ഗീതു ചേച്ചിയോട് തുറന്നു പറഞ്ഞ് ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പം ഈ ടെൻഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അനിയത്തി ചേട്ടനോട്. ഇത് കേട്ടപ്പം സംഭവിച്ചു പോയി, ഇനി എത്ര ശ്രമിച്ചാലും ഗീതുവിൻ്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും അവർണിക അകത്തേക്ക് കയറി വരുന്നു. അപ്പോഴേക്കും അമ്മയും മോളും അതുപോലെ മകനും കൂടെ കൂടിയിരുന്ന് പഴയ പ്രണയകഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ. അപ്പോഴേക്കും അവർണിക കയ്യും കൊട്ടി ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.